നല്ല ആക്ടർ എന്നുള്ള കാര്യം നമ്മൾ പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹം നന്നായിട്ട് പാടണം എന്നുള്ളത് ഞാനൊരു കഴിഞ്ഞ പ്രോഗ്രാമിൽ അദ്ദേഹം പാടി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നല്ല ഭാവത്തോടു കൂടി പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷത്തോടു കൂടി കലാഭവൻ ഷാജോണിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. നമ്മൾ തമിഴ് പാട്ട് പാടുന്നതിന് മുമ്പ് ഞാനൊരു റിക്വസ്റ്റ് ചെയ്തോട്ടെ. കഴിഞ്ഞ സ്റ്റേജിൽ 1000 കണ്ണുമായി പാടിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊരു 4 വരി പാടാൻ ചേച്ചി. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളെ വളരെ സാധാരണക്കാരനാണ്. ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു നിമിഷമാണ്. അതിന് ചേച്ചിയോട് ഒരുപാട് നന്ദി പറഞ്ഞു ചേച്ചി. താങ്ക് യു സോ മച്ച്. കാര്യം ചിത്ര ചേച്ചി നമ്മുടെ കൂടെ പാടാൻ തയ്യാറാകുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു നാഷണൽ അവാർഡ് കിട്ടുന്ന ഒരു പ്രതീതിയാണ് അല്ലേ? അപ്പം ഒരുപാട് 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 സന്തോഷം ചേച്ചിനെ പ്രത്യേകം അറിയിക്കുന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ. ചിത്ര ചേച്ചി, ദാസേട്ടൻ, മമ്മൂക്ക, ലാലേട്ടൻ നിങ്ങളൊക്കെ ഉള്ള സമയത്ത് ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ അഹങ്കാരമാണ് ചേച്ചി. സത്യം, ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അതിൽ കൂടുതൽ ഞാൻ എൻ്റെ ദൈവത്തിനോടും എൻ്റെ മാതാപിതാക്കളോടും നന്ദി പറയുന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട്. എനിക്കത് ഫീൽ ചെയ്യാൻ ഇപ്പം പറ്റില്ല. പക്ഷേ ചേച്ചിയോടൊപ്പം ഇവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി. ചേച്ചി ഞങ്ങൾ കഴിഞ്ഞൊരു UK പ്രോഗ്രാമിന് പോയിരുന്നു. അപ്പോൾ അവിടെ ലാലേട്ടൻ്റെ ഒരു മെമ്മറീസ് ഒക്കെ പറഞ്ഞിട്ട് 1000 കണ്ണുമായി പാടി. അപ്പോൾ അതാണ് ചേച്ചി പറഞ്ഞത് 1000 കണ്ണുമായി ഒരു 4 വരി പാടുമോ എന്നുള്ളത്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ അതുകൊണ്ട് ഒന്ന് പാടിക്കോട്ടെ. ഒരു 4 വരിയേ ഉള്ളൂ. ഓക്കെ, ചേച്ചി റിക്വസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ വലിയ ഭാഗ്യമാണ്. ഓക്കെ, ഇപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, പൈകിളി മലത്തെക്കിളി മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഓമനേ വന്നു നീ വന്നു നിന്നു നീ എന്റെ ജന്മസാഫല്യമേ, വന്നു നീ വന്നു നിന്നു നീ എന്റെ ജന്മസാഫല്യമേ, ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, അറിയാം. ഇവിടുന്ന് ഒരാൾ പാടണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്കുള്ള ഉപഹാരമാണ് കേട്ടോ ഇത്രയും പേര് കാണിച്ച് മൊബൈലിന്റെ ലൈഫ്. ഒക്കെ വളർന്നു വരുന്ന കലാകാരനാണ്. ആരെയും അങ്ങനെ ചെറുതായിട്ട് കാണുന്നുണ്ട് അവിടെ. ചക്കരെ നാളെ താങ്കളുടെ മോനായിരിക്കും ഒരു പാട്ട് പാടണമെന്ന് ചോദിക്കുന്നു. മോനെ ധൈര്യമായിട്ട് പാടുക എന്ന് പറയണം. അത് നല്ലതാണോ ചീത്തയാണോ പ്രോത്സാഹിക്കണം കേട്ടോ. അതേ വേണ്ടെന്ന് പറഞ്ഞറിയാം. നിനക്കുള്ളത് ട്രോഫി കേട്ടോ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഞാനും ചേച്ചിയോട്